ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മൾ ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ ബാക്കി ഭാഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ മുൻ വീഡിയോയിൽ ഫോറൻസിക് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, അതൊക്കെ നമ്മൾ നീഡ്സ് അതൊക്കെ നമ്മളവിടെ പറഞ്ഞിരുന്നു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ ഫോറൻസിക് അക്കൗണ്ടൻസ് എങ്ങനെയാണ് ഫ്രോഡ് ഡിറ്റക്റ്റ് ചെയ്യാൻ, എന്തൊക്കെ ടെക്നിക്സുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഡിറ്റക്ഷൻ ടെക്നിക്സ് യൂസ്ഡ് ഇൻ ഫോറൻസിക് അക്കൗണ്ടിങ്. അതിൽ എന്തൊക്കെ ടെക്നിക്സ് ആണ് നമുക്ക് നോക്കാം. ഒന്ന്, ഫസ്റ്റ് വൺ പറയണ നോക്കാം, കണ്ടക്ടിങ് ഇൻ്റർവ്യൂസ് ആണ്. ഓക്കെ, ഇൻ്റർവ്യൂസ് നമ്മൾ എന്ത് ചെയ്യണോ, കണ്ടക്ട് ചെയ്യണം. ആരുമായിട്ട് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നു? നമ്മുടെ മാനേജ്മെൻറ്റ് ടീമിലെ അംഗങ്ങളായിട്ട്, സപ്ലയേഴ്സുമായിട്ട്, അതുപോലെ കോൺട്രാക്ടേഴ്സുമായിട്ടൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യണേ? ഓരോരുത്തരോടും നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ സ്റ്റോറീസ് പറയും. ആ സ്റ്റോറീസിൽ നിന്നും നമുക്ക് ഫാക്ട്സുകൾ കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. കാരണം ഓരോരുത്തർ പറയുമ്പോൾ ആ ചേഞ്ചസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്താൽ അവിടെ എവിടെയെങ്കിലും ഫ്രോഡ് നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? അപ്പോൾ അതാണ് ആദ്യത്തെ ജോലി, കണ്ടക്ടിങ് ഇൻ്റർവ്യൂസ്. കണ്ടോ, ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് റിവ്യൂയിങ് പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഡൂയിങ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. ഓക്കെ, അതായത് നമ്മുടെ പബ്ലിക് ഡോക്യുമെൻറ്റുകൾ, അതിൽ നിന്നും ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. ഫോറൻസിക് അക്കൗണ്ടൻറ്റ് ഹാസ് ടു യൂസ് ഡോക്യുമെൻറ്റ്സ് റിവ്യൂയിങ് ഡോക്യുമെൻറ്റ് റിവ്യൂയിങ് സ്ട്രാറ്റജീസ് ടു സ്പോട്ട് ഫ്രോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മിക്ക ഡോക്യുമെൻറ്റുകളും നമ്മൾ അത് റിവ്യൂ ചെയ്ത് നോക്കും. എന്തറിയാൻ വേണ്ടി എന്നാണ്, എന്തെങ്കിലും ഫ്രോഡ് അവിടെ നടന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. സാധാരണ ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് ആണ് മെയിനായിട്ടും ഫോറൻസിക് ടീം ചെക്ക് ചെയ്യുന്നുണ്ടാവുക. കമ്പ്യൂട്ടർ, അതായത് ഡിജിറ്റൽ ഫോർമാറ്റുള്ള ഡോക്യുമെൻറ്റിന് പുറമെ ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സുകൾ അവർ നോക്കാറുണ്ട്, റിവ്യൂ ചെയ്ത് നോക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചെങ്കിൽ അതിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാം അവർ റൈറ്റ് ആയിട്ടാണോ ലീഗൽ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നത്, അങ്ങനെ അതിനനുസരിച്ചിട്ടാണോ ഡാറ്റ ആക്സസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഡാറ്റ മാനേജ് ചെയ്യുന്നത്, ഇതൊക്കെ ലീഗൽ ഫോർമാലിറ്റീസ് പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഫിസിക്കൽ ഡോക്യുമെൻ്റ് കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പബ്ലിക് ഡോക്യുമെൻറ്റ്സ് അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂ നടത്താറുണ്ട്, ഫ്രോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി മൂന്നാമത്തെ ടെക്നിക്കായിട്ട് പറയുന്നത് അനലൈസിങ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ആ അനലൈസിങ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എന്താ വെച്ചെങ്കിൽ ഏറ്റവും പ്രീഷ്യസ് ടൂളാണ് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാനുള്ള ഏറ്റവും പ്രീഷ്യസ് ടൂളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ വൃത്തിയായിട്ട് അനലൈസ് ചെയ്യുന്നു, സമ്മറൈസ് ദ ഡീറ്റെയിൽസ്. കണ്ടോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഡീറ്റെയിൽസ് നമ്മൾ സമ്മറൈസ് ചെയ്യുന്നു. എന്നിട്ട് അനാലിസിസ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ക്യാൻ ഹെൽപ്പ് എ ഫോറൻസിക് അക്കൗണ്ടൻറ്റ് ടു ഫിഗർ ഔട്ട് ദ സ്കാം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രോഡ് ഉണ്ടെങ്കിൽ അത് ഫിഗർ ഔട്ട് ചെയ്യാൻ കൃത്യമായിട്ട് നമുക്ക് പറ്റും. എന്തുപയോഗിച്ചാൽ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സമ്മറി നമുക്ക് നോക്കിയാൽ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് അത് സമ്മറൈസ് ചെയ്ത് വെക്കുന്നു. ദെൻ അവിടെ ഫ്രോഡ് വല്ലതുണ്ടോ എന്ന് അവർ ഡിറ്റക്ട് ചെയ്യുന്നു. പിന്നെ ബെൻസ്ഫോർഡ് ലോ ആണ് നെക്സ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഏറ്റവും പഴയതാണ്, പഴയ കാലത്ത് തൊട്ടിട്ട് ഉപയോഗിച്ചു തുടങ്ങിയതാണ്, പക്ഷേ ഇപ്പോഴും പ്രശസ്തമായിട്ടുള്ള ഒരു ലോ ആണ് ബെൻസ്ഫോർഡ് ലോ എന്ന് പറയുന്നത്. അതിൽ എന്താണ് പറയണതെന്ന് നോക്കാം. ഇവിടെ ഫ്രോഡ് ഡിറ്റക്ട് ചെയ്ത് തരികയല്ല ഈ ബെൻസ്ഫോർഡ് ലോയിൽ ചെയ്യുന്നത്, അതിനെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഡാറ്റയുടെ പാറ്റേൺ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ബെൻസ്ഫോർഡ് ലോയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ ദാറ്റ് ലോ പ്രൊവൈഡ്സ് ഗൈഡൻസ് ടു ഓഡിറ്റേഴ്സ് അഥവാ ഇൻവെസ്റ്റിഗേറ്റർ ടു ലുക്ക് ഇൻ ടു ഡീറ്റെയിൽസ് ഓഫ് ഡാറ്റ പാറ്റേൺ. എങ്ങനെയാണ് ആ ഡാറ്റയുടെ പാറ്റേൺ പോകുന്നത്? നമുക്ക് ഇവിടെ ഒരു പർട്ടിക്കുലർ ഡോക്യുമെന്റ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഡാറ്റകൾ ഉണ്ടാവും. അതിൻ്റെ പാറ്റേൺ നമ്മളോട് ശ്രദ്ധിക്കാനാണ് പറയുന്നത്, ഡീറ്റെയിൽസ് ഓഫ് ഡാറ്റ പാറ്റേൺ. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ആ പാറ്റേൺ നമുക്ക് എന്ത് പറഞ്ഞു തരും? ദാറ്റ് പാറ്റേൺ, അതാണ് പറയുന്നത്, ഫ്രം ദിസ് പാറ്റേൺ ഓഫ് ഡാറ്റ ഇറ്റ് ഹൈലൈറ്റ് ദ ട്രാൻസാക്ഷൻ വിച്ച് ക്യാൻ ബി ഫ്രോഡുലൻറ്റ്. ആ പാറ്റേൺ ഇങ്ങനെ വൃത്തിയായിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചില ഏരിയയിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരും. ഫ്രോഡുലൻറ്റ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ കൃത്യമായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരും. അതുകൊണ്ട് ഡാറ്റ പാറ്റേൺ ചെക്ക് ചെയ്യാനാണ് ബെൻസ്ഫോർഡ് ലോയിൽ നമ്മളോട് പറഞ്ഞു തരുന്നത്. അഥവാ ഇൻവെസ്റ്റിഗേറ്റ്
ഇനിഷ്യേറ്റർക്ക് ചെയ്തു തരുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും യൂസ്ഫുള്ളായിട്ട് കാര്യം. മനസ്സിലായോ? ആ ഡാറ്റ പാറ്റേൺ കാണിച്ചു തരാം. അത് നേരിട്ട് ഡിറ്റക്ട് ചെയ്യല്ല, ആ പാറ്റേൺ ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്നും ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി റേഷ്യോ അനാലിസിസ് ആണ് നെക്സ്റ്റ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ഇതേപോലെ തന്നെ ബെൻസ്ഫോർഡ് ലോയിൽ പറയുന്ന പോലെ തന്നെ പാറ്റേൺ ഓഫ് ഡാറ്റ നോക്കിയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തന്നെയാണ് പോസിബിൾ ഡിസ്ഹോണസ്റ്റ് ട്രാൻസാക്ഷൻസ് ഏതൊക്കെയുണ്ട് എന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരുന്നു. അത് മാത്രമല്ല റേഷ്യോ അനാലിസിസിൽ എന്തും കൂടിയും ചെയ്യും, നോട്ട് ഓൺലി ഹൈലൈറ്റ് ദ ഇറഗുലാരിറ്റീസ് ഇൻ ദ ലാർജ് ഗ്രൂപ്പ് ഓഫ് റെക്കോർഡ്സ് ബട്ട് ഓൾസോ ഐഡന്റിഫൈ ദ സ്പെസിഫിക് ട്രാൻസാക്ഷൻ. മറ്റേത് ഒരുപാട് ഡാറ്റയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരിക മാത്രമേ ബെൻസ്ഫോർഡ് ലോയിൽ ചെയ്യുള്ളൂ. ഈ ട്രാൻസാക്ഷൻ ഫ്രോഡ് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ദിവസങ്ങളിലെ ട്രാൻസാക്ഷനിൽ എന്തോ വ്യത്യാസമുണ്ട് എന്നുള്ള ഹൈലൈറ്റ് ചെയ്ത് മാത്രമേ കാണിക്കുള്ളൂ വെച്ചെങ്കിൽ റേഷ്യോ അനാലിസിസ് എന്തും കൂടിയും കാണിച്ചു തരും. ഏത് ട്രാൻസാക്ഷൻസ് ആണ് ഏറ്റവും ഇറഗുലർ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടിയും നമുക്ക് കാണിച്ചു തരും. ഏത് ട്രാൻസാക്ഷൻ ആണ് സ്പെസിഫിക് ട്രാൻസാക്ഷൻ ഏതാണെന്ന് പോലും റേഷ്യോ അനാലിസിസ് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അതാണ് റേഷ്യോ അനാലിസിസിന്റെ ഗുണം. 6th പോയിന്റ് എന്താ നോക്കിയേ, ഡാറ്റ മൈനിങ് ആണ്. ഡാറ്റ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം ഡാറ്റാസ് എന്നുള്ളത്. ഡാറ്റ ഫോർ ദ ഓർഗനൈസേഷൻ ക്യാൻ ബി കസ്റ്റമർ ഡാറ്റ. ഒരു ഓർഗനൈസേഷനിൽ ഇഷ്ടം പോലെ ഡാറ്റ ഉണ്ടാവും. അത് ഇറ്റ് മേ ബി കസ്റ്റമർ ഡാറ്റ, അല്ലെങ്കിൽ വെൻഡർ ലിസ്റ്റ്, അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ, അതുപോലെ സർവേ റിപ്പോർട്ടുകൾ. ഇതൊക്കെ ഡാറ്റയായിട്ട് ഓർഗനൈസേഷൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ഈ ഡാറ്റ മൈനിങ് കോൺസെപ്റ്റിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹൗ എ കമ്പനി ഷുഡ് ഹാൻഡിൽ ദയർ ഡാറ്റ. ഓക്കെ, ഈ ഡാറ്റ മൈനിങ്ങിൽ നമ്മൾ എന്താ മനസ്സിലാക്കിയെടുക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ കമ്പനി ഈ ഡാറ്റ ഉപയോഗിക്കുന്നത്, എന്ത് പർപ്പസിന് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ ഡാറ്റ മൈനിങ്ങിൽ ഫോറൻസിക് അക്കൗണ്ടൻസ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ 4 സ്റ്റെപ്പ് ഡാറ്റ മൈനിങ് നടത്താൻ വേണ്ടി 4 സ്റ്റെപ്പ് പ്രോസസ്സാണ് അവർ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നു, ക്ലാസിഫിക്കേഷനാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ ക്ലസ്റ്ററിംഗ് ആണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഓരോ ഗ്രൂപ്പുകളായിട്ട് ക്ലസ്റ്ററുകളായിട്ട് മാറ്റണം, ക്ലസ്റ്ററിംഗ്. ദെൻ റിഗ്രഷൻ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നു. പിന്നെ അസോസിയേഷൻ റൂൾ ലേണിംഗ് കണ്ടക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഡാറ്റ മൈനിങ് സെറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡാറ്റ മൈനിങ്ങിൽ എക്സ്പെർട്ട് എന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ യൂസ് ദിസ് ഡാറ്റ ഫോർ ഹിസ് ഇൻവെസ്റ്റിഗേറ്റീവ് പർപ്പസ്. കണ്ടോ, ഡാറ്റേനെ എന്തിനു ഉപയോഗിക്കുന്നു, ഇൻവെസ്റ്റിഗേറ്റീവ് പർപ്പസിന് ഉപയോഗിക്കുന്നു. എങ്ങനെ? ബൈ ബ്രേക്കിംഗ് ദ കോംപ്ലക്സ് ഡാറ്റ ഇൻ ടു സിമ്പിൾ വേരിയബിൾ. അതായത് കോംപ്ലക്സ് വേരിയബിളായി കിടക്കുന്ന ഈ ഡാറ്റകളെ സിമ്പിൾ വേരിയബിളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേറ്റീവ് പർപ്പസിലേക്ക് അത് ഉപയോഗിക്കുന്നതിനെയാണ് ഡാറ്റ മൈനിങ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഡാറ്റ ഡീറ്റെയിൽഡ് ചെക്കിംഗ് നടത്തി നമുക്ക് യൂസ്ഫുൾ ആക്കി മാറ്റുന്ന ആക്ടിവിറ്റീനെ പറയുന്ന പേരാണ് ഡാറ്റ മൈനിങ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റ് ടൂൾസ്. ഓക്കെ, അത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഫ്രോഡ് ഡിറ്റക്ഷന്. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ടൂൾസ് ഓഡിറ്റേഴ്സിനെ ഒരുപാട് കാര്യങ്ങളിൽ സഹായിക്കുന്നുണ്ട്. വേരിയസ് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റേഴ്സിനെ സഹായിക്കുന്നുണ്ട്. അതിൽ ഏതൊക്കെയാണ് പറയുന്നുണ്ട്, ലൈക്ക് ടെസ്റ്റിംഗ്. ഓക്കെ, ട്രാൻസാക്ഷനിൽ ടെസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട്, ട്രാൻസാക്ഷണൽ ഡാറ്റ ടെസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട്, ഇൻകൺസിസ്റ്റൻസി ഓഫ് ഡാറ്റ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, സാമ്പിളിംഗ് ഡാറ്റ ടെക്നിക്സ് അഥവാ റീഡൂയിങ് കാൽക്കുലേഷൻ, ഇതൊക്കെ നമുക്ക് ചെയ്തു തരാൻ ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ഫ്രോഡ് ഇൻ ദ ഓർഗനൈസേഷൻ. ഇത് ഓർഗനൈസേഷൻ്റെ ഫ്രോഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ റീകാൽക്കുലേഷൻസ്, അതുപോലെ സാമ്പിളിംഗ് ഡാറ്റയുടെ ഡാറ്റ ടെക്നിക്സുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇൻകൺസിസ്റ്റൻസി ഓഫ് ഡാറ്റ ചെക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ട്രാൻസാക്ഷണൽ ഡാറ്റ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഈ ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി ക്രിട്ടിക്കൽ പോയിന്റ് ഓഡിറ്റിംഗ് ആണ് നെക്സ്റ്റ് വൺ പറയുന്നത്. ക്രിട്ടിക്കൽ പോയിന്റ് ഓഡിറ്റിംഗ്. എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ് ഓഡിറ്റിംഗ് എന്ന് നമുക്കറിയണം. ഓക്കെ, ഇത് എന്തിനാണെന്ന് നമ്മൾ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഫിൽറ്ററിംഗ് ഔട്ട് ദ സിംറ്റംസ് ഓഫ് ഫ്രോഡ് ഫ്രം റെഗുലർ ആൻഡ് നോർമൽ ട്രാൻസാക്ഷൻ. ഓക്കെ, നമ്മുടെ റെഗുലറായി നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നോർമലായി നടന്നുകൊണ്ടിരിക്കുന്ന ട്രാൻസാക്ഷനിൽ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ്, അതിൻ്റെ സിംറ്റംസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഫിൽറ്റർ ചെയ്തെടുക്കാനാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് ഓഡിറ്റിംഗ്
കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ അതിലൊക്കെ എങ്ങനെ നമ്മൾ നോക്കുന്നു, ചെക്കിംഗ് അൺയൂഷ്വൽ ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ് ഇൻ ദ അക്കൗണ്ട്സ്, അത് ചെക്ക് ചെയ്ത് നോക്കുന്നു. അതുപോലെ ഡിസ്ക്രിപ്പൻസീസ് ഇൻ റിസീവബിൾസ്, പേയബിൾസ്, അതുപോലെ തന്നെ ഇൻവെന്ററി ബാലൻസ്, അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ false credit to boost sales with correspond debit to ഡെമ്മി എന്താണ് പേഴ്സണൽ അക്കൗണ്ട്. മനസ്സിലായോ? എന്താണ് സെയിൽസ്, ഫാൾസ് സെയിൽസ് നമ്മൾ കാണിക്കുന്നു എന്താണ്, അതനുസരിച്ച് തന്നെ പേഴ്സണൽ അക്കൗണ്ട്, ഡെമ്മി പേഴ്സണൽ അക്കൗണ്ട്, ഡെബിറ്റും കാണിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ അനലൈസ് ചെയ്യാൻ കണ്ടോ. അപ്പോൾ ചിലപ്പോൾ സെയിൽ ബൂസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാറുണ്ട്. ക്രെഡിറ്റ് സെയിൽ കൊടുത്തു, ഇയാൾക്ക് 10 ലക്ഷത്തിൻ്റെ കൊടുത്തു, പക്ഷെ അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല, ആ പേര് ഡമ്മി നെയിം ആയിരിക്കും. മനസ്സിലാവുണ്ടോ? അങ്ങനത്തെ അല്ലെങ്കിൽ എന്താണ് നോൺ എക്സിസ്റ്റൻ്റ് ആയിട്ടുള്ള പേഴ്സൻ്റെ പേരായിരിക്കും അവിടെ ഉണ്ടാവുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിട്ടിക്കൽ പോയിന്റ് ഓഡിറ്റിംഗ് നമ്മൾ നടത്തുന്നത് കേട്ടോ. ഇനി അടുത്തത് പ്രൊപ്രൈറ്ററി ഓഡിറ്റ് ആണ് അടുത്തത് പറയുന്നത് കേട്ടോ. ആ പ്രൊപ്രൈറ്ററി ഓഡിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഓഡിറ്റ് കൺസേണിങ് ദ ഡിസിഷൻസ് ഓഫ് എക്സിക്യൂട്ടീവ്സ്. ബിസിനസ് എക്സിക്യൂട്ടീവ്സിൻ്റെ എന്താണ് ഡിസിഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഡിറ്റിംഗ് ആണ് നമ്മൾ ഈ എന്താണ് പ്രൊപ്രൈറ്ററി ഓഡിറ്റിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അവരുടെ ഡിസിഷൻസ് എത്രത്തോളം പെർഫെക്റ്റ് ആണ്, എന്താണ് ജസ്റ്റിഫയബിൾ ആണ്, എന്താണ് അതിൻ്റെ നെസസിറ്റി എത്രയാണ്, ഇതൊക്കെയാണ് ഈ ഓഡിറ്റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കറക്റ്റ് അല്ലേ എന്നുള്ള കാര്യങ്ങളാണ് അവിടെ എന്ത് ചെയ്യുന്നത്, എന്താണ് നോക്കുന്നത്. അതിനെയാണ് പ്രൊപ്രൈറ്ററി ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഓഡിറ്റിംഗ് ആണ്, എന്താണ് ടെക്നിക്സുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ എല്ലാ ടെക്നിക്സും? ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം കേട്ടോ. അതിലെ അടുത്ത ടോപ്പിക് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ അക്കൗണ്ടിങ് ആൻഡ് ഫോറൻസിക് അക്കൗണ്ടിങ്. അതൊന്ന് നമുക്ക് നോക്കാം. 4-5 പോയിൻ്റായിട്ട് നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. എന്താണ് ട്രഡീഷണൽ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്, എന്താണ് ഫോറൻസിക് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇൻ ട്രഡീഷണൽ അക്കൗണ്ടിങ് സംവൺ ചെക്സ് ദ മാത്ത് അക്യുറസി ഇൻ ദ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ്. കണ്ടോ, അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിലെ മാത്സിലെ ആക്യുറസി, മാത്ത് ആക്യുറസിയാണ് എന്താണ് ട്രഡീഷണൽ അക്കൗണ്ടിങ്ങിൽ ചെക്ക് ചെയ്യുന്നത്. എന്നാൽ ഫോറൻസിക് അക്കൗണ്ടിങ്ങിലോ സംവൺ ലുക്കിംഗ് ബിഹൈൻഡ് ദീസ് ഫിനാൻഷ്യൽ നമ്പേഴ്സ് ടു ഫൈൻഡ് ഔട്ട് വാട്ട്സ് നോട്ട് ക്വൈറ്റ് റൈറ്റ്. ഓക്കെ, ഈ ഫിനാൻഷ്യൽ ഡാറ്റാസ് അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ നമ്പേഴ്സിൽ ഈ മാത്ത് ആക്യുറസി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന ഫിനാൻഷ്യൽ നമ്പേഴ്സിൽ എവിടെയെങ്കിലും റോങ് ആയിട്ടുള്ള ഏരിയ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. വാട്ട് നോട്ട് ക്വൈറ്റ് റൈറ്റ്. ഓക്കെ, എന്നാണ് വാട്ട്സ് നോട്ട് ക്വൈറ്റ് റൈറ്റ് എന്നാണ് ഫോറൻസിക് അക്കൗണ്ടൻറ്റ് ചെക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഡിഫറൻസ് മനസ്സിലായല്ലോ. സെക്കൻഡ് വൺ ആയിട്ട് പറയുന്നത് നോ ഇൻവെസ്റ്റിഗേഷൻ ഇൻഡ്യൂഷൻ ഈസ് ഫൗണ്ട് nor required in the traditional accounting scope. കണ്ടോ, ഒരു ട്രഡീഷണൽ അക്കൗണ്ടിങ് സ്കോപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള ഒരു സംഭവമോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയോ ഇൻഡ്യൂഷനോ ഒന്നും അവിടെ ഇല്ല. കണ്ടോ, അവിടെ ഒരു ഫ്രോഡ് ഉണ്ട് എന്നുള്ള ധാരണയിലല്ല ട്രഡീഷണൽ അക്കൗണ്ടിങ് നടന്നു പോകുന്നത്. എന്നാൽ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നതിൽ എന്തത്യാവശ്യമാണ്, ഇൻവെസ്റ്റിഗേഷൻ ഇൻഡ്യൂഷൻ ഈസ് റിക്വയർഡ് ഇൻ ഫോറൻസിക് അക്കൗണ്ടിങ്. മനസ്സിലാവുണ്ടോ, അവിടെ എന്തെങ്കിലും ഫ്രോഡ് ഉണ്ടാവും എന്നുള്ള ആ ഒരു ധാരണയിൽ തന്നെയാണ് ഫോറൻസിക് അക്കൗണ്ടിങ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇവിടെ അങ്ങനെ ഒരു എന്താണ് ഇൻവെസ്റ്റിഗേറ്റീവ് ഇൻഡ്യൂഷൻ ഉണ്ടാവില്ല, ട്രഡീഷണലിൽ മറ്റേതിൽ ഉണ്ടാവും. ഇനി മൂന്നാമത്തെ ഡിഫറൻസ് ആയിട്ട് പറയണത് നോക്കിയേ. ട്രഡീഷണൽ ഓഡിറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഓഡിറ്റിംഗ് അതേഴ്സ് വർക്ക് ടു ഡിറ്റർമിൻ ഇഫ് ദേ have followed the documented official policies, procedures and practices of the company. Okay, the determination is based on evidence. അപ്പോൾ ട്രഡീഷണൽ ഓഡിറ്റിങ്ങിൽ നമ്മൾ എന്തുമാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് ഓഡിറ്റിംഗ് അതേഴ്സ് വർക്ക്. മറ്റൊരാൾ ചെയ്തിരിക്കുന്ന വർക്ക് നമ്മൾ എന്ത് ചെയ്ത് നോക്കുന്നു എന്നാണ് ഓഡിറ്റ് ചെയ്ത് നോക്കുന്നു. എന്താണ് അവർ കൃത്യമായിട്ട് ഡോക്യുമെൻറ്റുകൾ പ്രകാരം എന്താണ് ഒഫീഷ്യൽ പോളിസികളൊക്കെ
പ്രൊസീജിയേഴ്സും പ്രാക്ടീസസും ഒക്കെ അതുപോലെ നടത്തണില്ലേ എന്ന് ചെക്ക് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. എവിഡൻസ് ബേസ് ചെയ്തിട്ട് അത് കറക്റ്റ് അല്ലേ എന്ന് പ്രൂവ് ചെയ്ത് നോക്കണം. ഓക്കെ, അതാണ് ട്രഡീഷണൽ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. എന്നാൽ ഫോറൻസിക് അക്കൗണ്ടൻസ് യൂസ് ഫിസിക്കൽ എവിഡൻസ്, ടെസ്റ്റിമോണിയൽ എവിഡൻസ്, ഡോക്യുമെൻ്ററി എവിഡൻസ് ആൻഡ് ഡെമോൺസ്ട്രേറ്റീവ് എവിഡൻസ് ടു ഹെൽപ്പ് ഐഡൻറ്റിഫൈയിങ് സസ്പെക്ട്സ് ആൻഡ് കൾപ്രിറ്റ്സ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചെങ്കിൽ ഫോറൻസിക് അക്കൗണ്ടൻസ് എന്താണ് എല്ലാവിധ എവിഡൻസുകളും എന്താണ് കളക്ട് ചെയ്തിട്ട് എന്തെങ്കിലും സസ്പെക്ട്സ്, എന്തെങ്കിലും ഫ്രോഡ് ഉണ്ടോ എന്ന് എന്താണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് എവിഡൻസോടുകൂടി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ആര് ശ്രമിക്കുന്നത്? ഫോറൻസിക് അക്കൗണ്ടൻസ് ശ്രമിക്കുന്നത്. മറ്റേത് റൂൾസും പ്രൊസീജിയറൊക്കെ ഫോളോ ചെയ്യണില്ലേ എന്ന് മാത്രമേ നോക്കണുള്ളൂ. ഇവിടെ ഫ്രോഡ് നടക്കുന്നുണ്ടോ എന്ന് ഡോക്യുമെൻ്ററി എവിഡൻസ് കൊണ്ട് അവർ കണ്ടുപിടിക്കുന്നു. മനസ്സിലായോ? ഇനി നാലാമത്തെ ഡിഫറൻസ് ആയിട്ട് പറയുന്നത് ട്രഡീഷണൽ ഓഡിറ്റിംഗ് ഫോക്കസ് ഓൺ എറർ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് പ്രിവെൻഷൻ. തെറ്റുകളൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് മാത്രമാണ്, അത് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, അത് മാത്രമാണ് ട്രഡീഷണൽ അക്കൗണ്ടിങ്ങിന് നമ്മൾ നോക്കുന്നത്. പക്ഷേ എന്താണ് ഫോറൻസിക് അക്കൗണ്ടിങ്ങിലോ ഇറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി പ്രാക്ടീസ് ഏരിയ ഓഫ് അക്കൗണ്ടിങ് ദാറ്റ് ഫോക്കസസ് ഓൺ അൺകവറിങ് ഫിനാൻഷ്യൽ ഫ്രോഡ്. കണ്ടോ, ഇവിടെ തെറ്റുകൾ എറർ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുകയല്ല നമ്മുടെ ഉദ്ദേശം. ഫിനാൻഷ്യൽ ഫ്രോഡുകൾ ഉണ്ടെങ്കിൽ അതിനെ അൺകവർ ചെയ്യുക, അതിനെ തുറന്ന് കാണിക്കുക. ഇതാണ് ആരുടെ, അതൊരു സ്പെഷ്യൽ ഏരിയ ആണ്, സ്പെഷ്യാലിറ്റി പ്രാക്ടീസാണ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡോടുകൂടി തന്നെയാണ് അവിടെ എന്ത് ചെയ്യണത്? ചെക്കിങ് നടക്കുന്നത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ഡിഫറൻസ് ആയിട്ട് നോക്കിയേ. ഇറ്റ് യൂസ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു ഡിറ്റർമിൻ ദ പ്രോബബിലിറ്റി ദാറ്റ് മെറ്റീരിയൽ എറർ വിൽ ഓർ വിൽ നോട്ട് ബി ഐഡൻറ്റിഫൈഡ്. കണ്ടോ, എന്നാണ് ഇത് എന്തുപയോഗിക്കുന്നു? ട്രഡീഷണൽ അക്കൗണ്ടിങ് ഇറ്റ് യൂസ് സ്റ്റാറ്റിസ്റ്റിക് എന്തിനു വേണ്ടി? ടു ഡിറ്റർമിൻ ദ പ്രോബബിലിറ്റി ദാറ്റ് മെറ്റീരിയൽ എറർ വിൽ ഓർ വിൽ നോട്ട് ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് ദ പോസിബിലിറ്റി ഓഫ് ഇറ്റ്സ് ഹാപ്പനിങ്. കണ്ടോ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ട്രഡീഷണൽ അക്കൗണ്ടിങ്ങിൽ. നമ്മുടെ എറർ ഉണ്ടാവില്ലേ, അതുണ്ടാവാനുള്ള പോസിബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊക്കെയാണ് അവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. എന്നാൽ ഫോറൻസിക് അക്കൗണ്ടിങ്ങിൽ എനി ടൈപ്പ് ഓഫ് എവിഡൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഫർമേഷൻ. എന്ത് എവിഡൻസ് കിട്ടിയാലും അത് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമല്ല, ഏത് തരത്തിലുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് എവിഡൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നു? ബി ഇറ്റ്, അത് പറയുന്നുണ്ട് ഏതൊക്കെ എവിഡൻസ് ആവാം. ബി ഇറ്റ് ഡോക്യുമെൻ്ററി പേപ്പർ, എ കമ്പ്യൂട്ടർ വീഡിയോ ഓർ ഓഡിയോ, എന്തോ ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടി? ഹൗവർ ഇറ്റ് റിക്വയേഴ്സ് ആൻ എക്സ്പെർട്ട് ടു ഇൻ്റർപ്രറ്റ് ദ എവിഡൻസ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ്. പക്ഷേ അതിൻ്റെ കൂടെ എന്താണ്? ഇറ്റ് റിക്വയേഴ്സ് ആൻ എക്സ്പേർട്ട് എന്തിന്? ഇൻ്റർപ്രിറ്റ് ദ എവിഡൻസ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ്. അപ്പോൾ ഓരോ എവിഡൻസും ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു എക്സ്പേർട്ട് അവിടെ ഫോറൻസിക് അക്കൗണ്ടിങ്ങിൽ അത്യാവശ്യമാണ്. ഇത്രയൊക്കെയാണ് അവ തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. പിന്നെയുണ്ട് ഡിഫറൻസ് നമുക്ക് പറയാം എന്നാണ് ട്രഡീഷണൽ അക്കൗണ്ടിങ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രഡീഷണൽ അക്കൗണ്ടിങ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ട് ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ട്രഡീഷണൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഫോറൻസിക് അക്കൗണ്ടിങ്ങിൽ അതിൻ്റെ ബേസിക് റൂൾസ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ബേസിക് റൂൾസ് ഫോളോ ചെയ്യുന്നില്ലേ, അതിലെന്തെങ്കിലും ഫ്രോഡ് കാണിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കലാണ് ഫോറൻസിക് അക്കൗണ്ടിങ് ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് രണ്ട് നമുക്ക് ഡിഫറൻസും കൂടിയും പറയാം. അപ്പോൾ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ ഇതാണ് ട്രഡീഷണൽ അക്കൗണ്ടിങ്ങും ഫോറൻസിക് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്.